ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇല്ല സംഘകാരം പോലെ ആയിപ്പോയി സാറില്ല. അപ്പോൾ ഇന്നൊരു കിച്ചൺ ഹോളാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാളും കൂടെ വന്നിട്ടുള്ളത്. തക്കോട് നല്ല മടി പിടിച്ചിരിക്കുന്നുണ്ടായിനി. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മടി പിടിച്ചിട്ട് വേഗം ഓടിച്ചാടി ഇടിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കിച്ചൺ ഹോളാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചെയ്യുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ വന്നത്. അപ്പോൾ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മുന്നിൽ തന്നെ അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഹെൽപ്ഫുൾ ആണോ എന്ന് അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീഷോ എന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ മീഷോ ഹോളൊക്കെ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ പ്രൊഡക്ട്സിൻ്റെ മീഷോ ഹോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക്. അപ്പോൾ അതുവഴി മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറിന് 100 rupees അല്ലെങ്കിൽ 30% ഓഫ് കിട്ടും. അപ്പോൾ ഈ ലിങ്ക് വഴി പർച്ചേസ് ചെയ്യുക, 100 rupees ഓഫ് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ സാധനം ഇതാണ്. ഇത് തക്കടൂരിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. കേക്ക് ടിൻസ്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ബാക്കി നീ പറഞ്ഞോ എന്ന സംഭവം. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കുറേ ആൾ കേക്ക് ഉണ്ടാക്കാനെല്ലാം തുടങ്ങിയിട്ടില്ല. തക്കടൂരിൻ്റെ കേക്കെല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് 3 ടിൻസ്. 3 ടിൻസ് ഉണ്ട്. ഇത് 1/2 കിലോൻ്റെ ആയിരിക്കും, 1 കിലോ, 1.5 കിലോ, അങ്ങനെ 3 ടിൻസാണുള്ളത്. ഇത് നോൺ സ്റ്റിക്ക് ടിൻസാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ടിൻസ് എല്ലാം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കമത്തല്ലേ ചെയ്യാറ്. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകലും ചെയ്യും. കേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി നിൽക്കും പ്ലേറ്റിലൊക്കെ. ഇതാകുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ഇതിങ്ങനെ ഇത് മാറ്റിയിട്ട് ഇത് 2 പീസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേക്ക് ഇതിലുണ്ടാവും, ബാക്കി ഈ ടിൻ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ 3 ഉണ്ട്. സ്റ്റീൽ മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതെ, കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. മേടിച്ചതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ഇത് തന്നെയാണെന്ന് തോന്നിയത്. നല്ല ഉറപ്പുമുണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പം എടുക്കാനെല്ലാം നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ്. ഇനി ഇത് ഉണ്ടാക്കിയിട്ടുള്ള കേക്കൊക്കെ കാണിക്കാം അല്ലേ. ഇത് ഇതുവരെ കാണിച്ചിട്ടില്ല, അല്ല സോറി, ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഉണ്ടാക്കിയിട്ട് ബാക്കി റിവ്യൂ പറയാം. കാണുമ്പോൾ ഏതായാലും നല്ല മെറ്റീരിയലും ആണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 379 രൂപയാണ്. 379 രൂപക്ക് ഈ 3 എണ്ണം കൂടെ കിട്ടും. കോംബോ പാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 379 രൂപ. അടുത്തത് നമ്മളെ വീട്ടിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എഗ്ഗ് ട്രേ. നമുക്ക് എഗ്ഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ. പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. ഇതാണ്. ഇതിനൊരു അടപ്പും ഉണ്ട്, ഒരു കണ്ടെയ്നറും ഉണ്ട്. ഇതിനകത്ത് എഗ്ഗ് വെക്കാനുള്ള അതേ ഷേപ്പിലുള്ള കുറേ ഇതുണ്ട്. 24 eggs നമുക്ക് ഒരുമിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ്. ഇത് വളരെ യൂസ്ഫുൾ ആണ്. സാധാരണ നമ്മളിതാ എഗ്ഗൊക്കെ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ടാണ് വെക്കുക. അപ്പോൾ ഇതിനകത്ത് ഓരോന്ന് വെച്ചാൽ നല്ലതായിരിക്കും അല്ലേ. ഒന്ന് വെച്ച് കാണിക്കാം അല്ലേ. വാ വെച്ചോ, എല്ലാവരും വെച്ചോ. കാണാൻ നല്ലുണ്ട്. ഇത് നമുക്ക് സൂക്ഷിക്കാനും നല്ല. ഇതിനകത്താകുമ്പോൾ ചിലപ്പോൾ മുട്ടിയിട്ട് പൊട്ടിപ്പോകലും ചെയ്യില്ലേ. അതിനകത്ത് ഓരോ ഹോളിൽ ഓരോന്നായിട്ട് വെക്കാം. ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ തന്നെ നമ്മൾ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. അപ്പോൾ ഇതാണ് എഗ്ഗ് കണ്ടെയ്നർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്, പ്ലാസ്റ്റിക്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 391 രൂപയാണ്. അപ്പോൾ ഇത് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തും വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്തും സൂക്ഷിച്ച് വെക്കാം. അടുത്തതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് അല്ലേ നമ്മളെ വീട്ടിലേക്ക്. രാത്രി ചപ്പാത്തി. രാത്രി മിക്കവാറും ചപ്പാത്തിയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് പരത്തുക. അപ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ. എപ്പോഴും ഒട്ടിപ്പിടിച്ച് പിന്നെ വാടി വീണ്ടും ഉണ്ടാക്കി പരത്താനൊക്കെ പണിയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് കണ്ടത് സിലിക്കോൺ ചപ്പാത്തി റോളിംഗ് ഷീറ്റാണ്. അപ്പോൾ ഇത് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് വെച്ചിട്ട് ഇതിനകത്ത് തന്നെ പരത്തി നോക്കിയാൽ മതി. സിലിക്കോൺ മെറ്റീരിയലാണിത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുന്നതാണ് കണ്ടത്. സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭൂപട പോകുന്നോ ഈസി ആയിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ട്. സാധാരണ നമുക്ക് അങ്ങനെ നേർക്കും തോറും ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പാടല്ലേ. പക്ഷെ ഇത് കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ എടുക്കാൻ കിട്ടുന്നുണ്ട്. ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് തക്കടുവാണ്. സ്പീഡിൽ പരത്തിക്കോളും കുറേ എണ്ണം. മറ്റേ ഇതിൽ പഞ്ചാബി ഹൗസിൽ പറയുന്നത് 229 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആ പ്രൈസിന് എന്തായാലും നല്ല തന്നെ അല്ലേ അമ്മ?
നമ്മൾ പറയുന്നതിനേക്കാളും എനിക്കൊരു ഗുണം തോന്നുന്നത്. ആ അപ്പോൾ ഇതും തക്കുടിന് ഇഷ്ടമായിട്ടേ ആ പൊടി ജസ്റ്റ് ആദ്യം യൂസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ വേണ്ടു പൊടി. ഇതിലും നമുക്ക് കളയാനും എളുപ്പമാണ്. ജസ്റ്റ് ഒരു തുണി വെച്ച് തട്ടിക്കളഞ്ഞാൽ ഇതിൻ്റെ പൊടിയും എല്ലാം പോയി നീറ്റാവും ചെയ്യും. അപ്പോൾ ഇതെന്തായാലും നല്ലതാണ്. ഈ ഷീറ്റ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇത് നമ്മളിവിടെ പണ്ട് ഉപയോഗിച്ച കോല തന്നെയാണ്. ഷീറ്റ് മാത്രമാണ് കിട്ടുക. അടുത്തത് ഇതാ കുറച്ച് പാത്രങ്ങളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 5 പാത്രങ്ങളുണ്ട്. ഇത് ഒരുമിച്ച് കോംബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് വലിപ്പത്തിലുള്ള പാത്രങ്ങളാണ്. അപ്പോൾ നമുക്കിങ്ങനെ സെർവ് ചെയ്യാനുള്ള നല്ലതായിരിക്കുമല്ലോ ഡൈനിങ് ടേബിളിലൊക്കെ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതാ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതാണ്. ഇതാ അമ്മയാണ് പാത്രത്തിൻ്റെ ആൾ. എവിടെ പോയാലും ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള പാത്രം മേടിച്ചിട്ട് വരുന്ന ആൾ അമ്മയാണ്. അപ്പോൾ അത് നോക്കിക്കോ അമ്മ, ഇങ്ങനെ ഷേപ്പ് ഇഷ്ടമായിട്ടില്ല നമുക്ക്. കാണാനും നല്ലുണ്ട്. ഇതാ ഇങ്ങനെ 2 കളറൊക്കെ ആയിട്ട് നല്ലുണ്ട്. മൊത്തം സെറ്റ് നമുക്ക് സെർവ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും. എല്ലാം ഒരുമിച്ച് ഒരേപോലുള്ളത് വെക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചിലത് കുറേ ഡോട്ട്സ്, ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു എന്താണ് മോശമായിട്ട് പറയാനുള്ളത്. കുറേ അത് ചിലപ്പോൾ കഴുകിയാൽ പോവുമായിരിക്കും. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ചിലതൊക്കെ നമ്മളിങ്ങനെ ആക്കുമ്പോൾ പോകുന്നുണ്ട്. പാക്ക് ചെയ്തിട്ട് വരുന്നല്ലേ, കുറേ നാൾ സൂക്ഷിച്ച് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് വരുന്നല്ലേ ദൂരത്തുനിന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. ഒന്ന് കഴുകി നോക്കിയാൽ ശരിയാവും. പക്ഷെ പാത്രം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഈ 5 എണ്ണത്തിന് 518 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പ്രൊഡക്റ്റ് ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയെല്ലാം ചതക്കാൻ വേണ്ടിയിട്ട്, ഗാർലിക്ക് ചതക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ്. സാധാരണ കുത്തിയിട്ടും ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുമെങ്കിൽ ആവുമല്ലോ. നോക്കിക്കോ, ഇതിൽ ഫുള്ളായിട്ട് ഇടണം. 1 2 ഇടുമ്പം അങ്ങനെ ആവുന്നില്ല. ഫുള്ളായിട്ടൊന്ന് ഇട്ട് നോക്കാം. എന്നില്ലേ കൈ ഉണ്ടാക്കി ഫുള്ളായിട്ട് വന്നില്ലേ? ഇതാ നമ്മളിട്ട വെളുത്തുള്ളി ഇതാ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ കുത്തി ആക്കുന്നതിനേക്കാളും ഇതിലെല്ലാം കൂടി ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചി എന്താണ് വെളുത്തുള്ളി ചതച്ചത് വരും. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇടണം. ഇടുമ്പോൾ കുറച്ചായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആവില്ല. കുറച്ച് നല്ല പ്രഷർ കൊടുക്കണം. കുറച്ച് പ്രഷർ കൊടുക്കണം. അപ്പോൾ ഇതാ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല പ്രഷർ കൊടുക്കണം. എനിക്ക് തോന്നുന്നില്ല. നല്ല പ്രഷർ കൊടുക്കണം. ചതച്ചിട്ടിടുന്നവർക്ക് അതാ നല്ലത്. വെറുതെ പെട്ടെന്ന് നമുക്ക് നല്ല സ്റ്റൈലിലെല്ലാം ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇത് വാങ്ങി നോക്കിയാൽ നല്ലതാണ്. അതെ, വീഡിയോയിലെല്ലാം കാണിക്കാനുള്ള നല്ല സെറ്റപ്പ് ആയിട്ട് നല്ലതാണ്. അല്ലെങ്കിൽ അടുക്കളയിലെല്ലാം ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ എന്തായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല പ്രഷർ കൊടുക്കണം. അപ്പം പക്ഷെ നീറ്റായിട്ട് വരുന്നുണ്ട്. നല്ലോണം ചതഞ്ഞിട്ട് ഒരേ ഷേപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 198 രൂപയാണ്. അപ്പം ഇങ്ങനെ ആവശ്യമുള്ളവർ ഒന്ന് വാങ്ങി നോക്കാം. ഇതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓരോ സാധനത്തിൻ്റെയും പേര് കൊടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മീഷോ ആപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റ് കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ സാധനം കാണാൻ പറ്റും. നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ മീഷോ ആപ്പ് വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്നുള്ളത് സ്പീഡിലൊന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മുകളിൽ തന്നെ കുറേ കാറ്റഗറീസ് കാണും. ഇപ്പോൾ വുമണിനാണെങ്കിൽ സാരീസ്, കുർത്തീസ്, കിച്ചൺ പ്രൊഡക്ട്സ്, ഹോം ഡെക്കർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വാങ്ങിക്കേണ്ടത്, ഇപ്പോൾ ഒരു കിച്ചൺ പ്രൊഡക്റ്റ് ആണ് വാങ്ങിക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഏതാണോ വാങ്ങിക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രൈസൊക്കെ നോക്കിയിട്ട് കാർട്ടിലേക്ക് ആഡ് ചെയ്യുക. താഴെ ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. കാർട്ടിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആ കാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ട പ്രൊസീജിയർ കാണാൻ പറ്റും. ജസ്റ്റ് പ്ലേസ് ഓർഡർ കൊടുക്കുക, എമൗണ്ട് എത്രയാണെന്ന് അടിച്ചു കൊടുക്കുക. ഇതൊരു റീസെല്ലിംഗ് ആപ്പാണ് അല്ലേ? ഞാൻ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വിൽക്കാനും പറ്റും, നിങ്ങൾക്ക് സ്വയം വാങ്ങിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എമൗണ്ട് അടിച്ചു കൊടുക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഓൺലൈനായിട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടോ നിങ്ങൾക്ക് എമൗണ്ട് പേ ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതാണ് സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ സാധാരണ ബാക്കിയുള്ള സൈറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ഒരു വെജിറ്റബിൾ കട്ടറാണ്. അപ്പോൾ തക്കുടിന് ഇതിൻ്റെ ആവശ്യമില്ല, എല്ലാം കയ്യിൽ വെച്ചിട്ടാണ് മുറിക്കൽ. ഞാൻ സാധാരണ കട്ടിംഗ് പാഡിൽ വെച്ചിട്ടാണ് മുറിക്കൽ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടു. അപ്പോൾ നമുക്ക് കട്ടിംഗ് പാഡും ഇതൊക്കെ എടുത്ത് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നി. അങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും രണ്ടും കൂടിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് ആദ്യം തന്നെ പറയാം, 157 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആവും. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് മുറിക്കുക. അങ്ങനെയാണ് കണ്ടത്. വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയ്ക്കയാണ് കേട്ടോ. ജസ്റ്റ് മുറിച്ച് നോക്കാം.
നല്ലുണ്ട്. സൂപ്പർ തന്നെ കേട്ടോ. സൂപ്പർ തന്നെ, നല്ല സ്പീഡിലാവുന്നുണ്ട്. ഇതെന്തായാലും യൂസ്ഫുൾ തന്നെയാണ്. കട്ടിംഗ് പാഡ് കഴുകി അതെടുത്ത് കത്തി വെച്ച് മുറിക്കുന്നതിനേക്കാളും ഇത് ഈസി ആയിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 157 രൂപക്ക് ഇത് മോശമൊന്നുമില്ല അല്ലേ? ഞാൻ എടുക്കും. നീ എടുക്കുക? എടുക്കൊന്നുമില്ല, ഞാൻ തിരക്കിട്ടാണെങ്കിലും എടുക്കും. കട്ടിംഗ് പാഡ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ തന്നെയാണ്. ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതാ ലോക്ക് ഉണ്ട്. ഒരു ലോക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നിൽക്കുകയും ചെയ്യും. ആവശ്യമുള്ള സമയത്ത് അയച്ചു കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നല്ല തന്നെ അല്ലേ? മോശമൊന്നുമില്ല. 157 രൂപ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് കോഡ് വെച്ച് സെർച്ച് ചെയ്താൽ മതി, സാധനം കാണും. അടുത്തത് ഇതാ ഇങ്ങനൊരു പാത്രമാണ്, പ്ലാസ്റ്റിക്കിൻ്റെ. നമുക്ക് അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്, കഴുകിയിട്ട് സാധാരണ നമ്മൾ പാത്രം കൈയൊക്കെ വെച്ചിട്ട് ഊറ്റുമ്പോൾ അതെല്ലാം ഇപ്പോൾ ഊറ്റുമ്പോൾ എന്നെല്ലാം പറഞ്ഞാൽ അറിയാമെന്തോ നമ്മളെ കണ്ണൂരുകാരുടെ ഭാഷയാണ്. അരിയൊക്കെ കഴുകിയിട്ട് നമ്മൾ വെള്ളം കളയൂലേ, അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അതുപോലെ വെജിറ്റബിൾസ് ആയാലും ചെറിയ ചെറിയ ഫ്രൂട്ട്സ്, മുന്തിരി അങ്ങനെയുള്ളതൊക്കെ കഴുകുക. അതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ റൈസ് കഴുകിയിട്ട് നമ്മൾ വെള്ളം ഡ്രൈ ആക്കിയിട്ട് കുറേ നേരം വെക്കും. ബിരിയാണി എന്ന് പറയുമ്പോൾ തക്കോട് എനർജി വന്ന് ഇത് കളഞ്ഞിട്ട് വെക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരി ഇടും, എന്നിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോയിക്കോളും. ഇവിടെ നിറച്ച് ഹോൾസ് ഉണ്ട്. ഇതാ ഈ ഒരു ഏരിയയിൽ ഇത്രയും ഹോൾസ് ആണല്ലോ, കുഞ്ഞു കുഞ്ഞു ഹോൾസ്. അപ്പോൾ ഇതിനകത്തൂടെ വെള്ളം പോയിക്കോളും, അരി ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. നമ്മൾ സാധാരണ കൈ കൊണ്ടൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അരി പുറത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇത് ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് വീഴൂല, എന്തായാലും അരി ഇതിലൂടെ വീഴൂല. ഇത് വെള്ളം മാത്രം പോയിട്ട് അരിയുടെ സിക്കറായിട്ട് നിൽക്കും. അപ്പോൾ ഇത് മോശമില്ല അല്ലേ? നല്ല തന്നെയല്ലേ? ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു അട നിന്നോളും. ഇതാണ് ഇതിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല മോശമൊന്നുമില്ല. 150 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്, നേർത്ത ഒന്നുമല്ല. അപ്പോൾ ഇത്രയും ഇതിനകത്ത് ഫുള്ളാണ് ഇപ്പോൾ അരി ഇട്ടേ. അതിനേക്കാളും കൂടുതൽ എന്നെ ഇടാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ഇത്രയും കൂടി ഇടാൻ പറ്റും തോന്നുന്നല്ലേ? ഇത്രയും കൂടെ തന്നെ ഇടാൻ പറ്റും. അപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് അരി, അപ്പോൾ ഒരു 3 ഗ്ലാസ് അരിയൊക്കെ ഒരുമിച്ച് നമുക്ക് കഴുകിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് ഇതാണ് ഓയിൽ ഡിസ്പെൻസറാണ്. നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഓയിൽ നിറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുകയും ചെയ്യാം. സാധാരണ ബോട്ടിലൊക്കെ അല്ലേ വെക്കാറ്. അപ്പോൾ ഇതാകുമ്പോൾ മോശമില്ല അല്ലേ? ഇതിൽ എടുക്കാമല്ലോ. ഇത് തുറന്ന് കഴിഞ്ഞിട്ട് ഇതിൽ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇത് അടച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഓയിൽ എടുത്താൽ മതി. നല്ല തന്നെ അല്ലേ? സാധാരണ നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ. നമ്മളെ വാട്ടർ ബോട്ടിലെല്ലാം പോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 257 രൂപയാണ് പ്രൈസ്. ഇതിനെന്തായാലും ആ ഒരു പ്രൈസ് ഉണ്ടാവും. നമ്മൾ വാട്ടർ ബോട്ടിൽ മേടിക്കുമ്പോൾ തന്നെ നല്ല പ്രൈസ് ഉണ്ടാവാറില്ലേ? അപ്പോൾ ഇതിന് ഈ ഒരു സെറ്റപ്പൊക്കെ ഇല്ലേ, ഇങ്ങനെ തുറക്കുക, വരേണ്ട സംഭവവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് 257 രൂപക്ക് ലാഭം തന്നെയാണ്. നല്ല റേറ്റിംഗും ഉണ്ട് ഇതിന്. മീഷോയിൽ നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ റേറ്റിംഗ് ഒക്കെ നോക്കി വാങ്ങിച്ചാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. നമുക്ക് എന്തായാലും ഇഷ്ടമായി അല്ലേ? യൂസ്ഫുൾ തന്നെയാണ്. അപ്പോൾ 257 രൂപേൻ്റെ ഓയിൽ ഡിസ്പെൻസർ. അടുത്തത് ഇതാണ്. ഇതും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഒരു ജാറ്, എണ്ണ ഓയിൽ ഒഴിച്ചു വെക്കുന്ന ജാറാണ്. നമുക്ക് തുറന്നാൽ ഇതെടുത്തോ, ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്തേക്ക് ഓയിൽ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒരിക്കല്ലേ ഒരു ലിഡ് ഉണ്ട് അതിൻ്റെ മേലെ, അത് വെച്ചിട്ട് ആക്കാം. നമുക്ക് ദോശയും ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ അതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. നാപ്റ്റോളിൻ്റെ പരസ്യം എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇപ്പം നാപ്റ്റോളിൻ്റെ പരസ്യം പോലെ ഉണ്ട്. നമ്മൾ രണ്ടാളും കൂടെ നിന്നിട്ട് പറയുമ്പോൾ ഇത് പൊട്ടുന്ന കുപ്പിയാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം. നമ്മൾ സ്പീഡിലാക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല സുഖം തന്നെയാണ്. സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷാണ്. അതുകൊണ്ട് ദോശേൻ്റെ മുകളിലൊക്കെ ആക്കി കൊടുക്കുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ ബ്രഷ് മാത്രം കിട്ടുന്ന രീതിയിൽ നമ്മൾ കാണാറില്ലേ? അതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ പാത്രത്തിൽ എണ്ണ എടുത്ത് ബ്രഷ് ഇതാക്കി ഇത് കഴുകി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ ഇതാകുമ്പോൾ ഇതിനകത്ത് നമുക്ക് എണ്ണ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ചെയ്യാം. ബാക്കി കൂടെ ഇതിൽ തന്നെ സെക്യൂറായിട്ട് അടിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ മോശമില്ല അല്ലേ? എന്തായാലും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 297 രൂപയാണ്. ഇത് ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് എന്തായാലും അത്യാവശ്യം പ്രൈസ് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 297 രൂപയുടെ ഗ്ലാസ് ജാർ. അടുത്തത് ഇതാണ്
മീനിൻ്റെ ഒക്കെ മുകളിലുള്ള ചുളി, നമ്മൾ ചുളിന്നാന്ന് പറയാ, ചെതമ്പല് കളയാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതിപ്പം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ മീനില്ല. മീൻ രാവിലെ കറിയാക്കി പോയി, ഓർക്കാതെ കറിയാക്കി പോയി. അപ്പോൾ ഇതാണ് അത്. ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫിൽ എങ്ങാനും കാണിച്ചു തരാം അല്ലേ. അപ്പോൾ ഇതാണ്, ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, കാണാൻ നല്ലുണ്ട്. ഇതിങ്ങനെ ആക്കുമ്പോൾ ഇതിനകത്തേക്ക് ചെതമ്പൽ വന്നിട്ട് ഇവിടെ നിൽക്കും. അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ നമുക്കൊന്ന് വേറെ വീഡിയോയിൽ എടുത്തിട്ട് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ഇതാണ്, ഫുൾ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 243 രൂപയാണ്. അപ്പോൾ ഇതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല, റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് യൂസ് ചെയ്തതിന് ശേഷം പറ്റുവാണെങ്കിൽ വേറൊരു വീഡിയോയിൽ പറയാം, അങ്ങനെ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു 10 സാധനങ്ങൾ കിച്ചണിലേക്ക് വേണ്ടി വാങ്ങിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കിച്ചൺ സാധനങ്ങളായതുകൊണ്ടാണ് തക്കടൂനെയും അമ്മേനെയും, അമ്മ പോയി അങ്ങോട്ട്, അമ്മേനെയും കൂടെ കൂട്ടിയിട്ട്. അമ്മ വന്നോ? വാ. സാറില്ല, വാവേനെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അമ്മ. വാവ തൊട്ടിൽ ഉറങ്ങുമായിരുന്നു, അപ്പോൾ കരഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇതാ അമ്മി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. മോശമില്ല, മൊത്തത്തിൽ നമുക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി പുതിയ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ട് നമ്മൾ വാങ്ങിച്ചപ്പോൾ കുറേ പേര് അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കാണിച്ചു തന്നത്. അപ്പോൾ ബാക്കി ആ ഫിഷിൻ്റെ മാത്രമാണ് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്, അത് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ഹലോ എല്ലാവർക്കും, മൂന്നാളും അപ്പുറം പറഞ്ഞാലോ, വെറുതെ അമ്മയും പറഞ്ഞോ, മൂന്നാളും ഒപ്പരം പറയാം വെറുതെ. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. 1 2 3. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആ സ്പീഡ് ബ്ലൂപ്പറിലിടാ. ഹലോ എല്ലാവർക്കും എല്ലാവർക്കും ഇവിടെ എല്ലാം 1 2 3. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ ബാക്കി കൂടെ ഇതിൽ തന്നെ സെക്യൂറായിട്ട് അടിച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ മോശമില്ല അല്ലേ. എന്തായാലും പൈസ മറന്നു പോയി, 290. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 200.